പാലക്കാട് നിന്നാണ് വാർത്ത വരുന്നത്. ചുള്ളിമടയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ഇറങ്ങിയ ആന ഒരേക്കറിലധികം നെൽകൃഷി നശിപ്പിച്ചു. ഏറെ നേരം കഴിഞ്ഞാണ് ആന വനാതിർത്തിയിലേക്ക് മാറിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ ഈ ആന എവിടെയാണ് എന്നതറിയാമോ? ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നടക്കുന്നുണ്ടോ? ആനയുടെ ശല്യമുള്ള മേഖലയാണോ ഇത്? അനുജ, രാവിലെ 11 മണിയോടുകൂടി തന്നെ ഇതിനെ കാട് കയറ്റി. ചുള്ളിമടയിൽ ഇന്ന് രാവിലെയാണ് ഈ കാട്ടാന എത്തിയത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കൊങ്ങൻ പാടത്തെ കൃഷിയിടത്താണ് ആന ഇറങ്ങിയത്. 1.5 ഏക്കറിലധികം നെൽകൃഷി ഇത് പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നാട്ടുകാർ പടക്കം പൊട്ടിച്ചെങ്കിലും ഏറെ നേരം കഴിഞ്ഞാണ് ഈ ആന ഈ കൃഷിയിടത്തിൽ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്താണ് കാട് കയറ്റിയത്. ഇതിപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ചുള്ളിമടയിലേക്ക് ഈ കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഇവിടെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഈ ആന ഉണ്ടാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർ വലിയ ആശങ്കയിലാണ്. ജനവാസ മേഖലയിലേക്ക് ഇവ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അനുജ, ശരി. പാലക്കാട് ചുള്ളിമടയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി 1 ഏക്കറിലധികം നെൽകൃഷി നശിപ്പിച്ചു.